ഹലോ മൈ ഡിയർ ബോയ്സ്, UK മലയാളി ഗോൾ കീപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, നിലവിൽ നമ്മുടെ നാട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ UK-യിലുള്ളവർക്കോ എങ്ങനെ ഇവിടെ ഒരു ഫുട്ബോൾ കരിയർ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്യേണ്ടിയിരുന്നതായിരുന്നു, പക്ഷേ ബാക്കിയുള്ള നമ്മളുടെ വീഡിയോസൊക്കെ ചെയ്തപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്ക് മാറ്റി വെച്ചിരുന്നത്. അപ്പം ഇന്ന് നമ്മൾ ആ ഒരു കാര്യത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻ്റെ ശ്രമം എന്ന് പറയുന്നത് നാട്ടിലെ വളർന്നു വരുന്ന ഗോൾ കീപ്പേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ചെയ്യുക എന്നത് വെച്ചിട്ടാണ്. അപ്പം എൻ്റെ ഈ ശ്രമത്തിൽ നിങ്ങളും ഒന്ന് പങ്കാളികളാവുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഈ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ലൈക്ക് കൂടുന്നതനുസരിച്ച് യൂട്യൂബ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും, അതുവഴി ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോയെ പറ്റിയോ ഞാൻ ചെയ്യുന്ന കണ്ടൻസിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്യണമെങ്കിലോ ഗോൾ കീപ്പർ റിലേറ്റഡ് അല്ലെങ്കിൽ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടായ UK മലയാളി ഗോൾ കീപ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കൊക്കെ റിപ്ലൈ തരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും മറക്കണ്ട. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വാ. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ 4 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് യൂറോപ്യൻ പ്ലേയേഴ്സും ഇന്ത്യൻ പ്ലേയേഴ്സും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്തൊക്കെയാണെന്ന്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഏതൊക്കെ ഏരിയാസിൽ ഫോക്കസ് ചെയ്തു, ഞാൻ ഏത് വഴി കൂടെയൊക്കെ പോയപ്പോഴാണ് എനിക്ക് ആ ഒരു പ്രോപ്പർ കരിയർ കിട്ടിയത് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത്. മൂന്നാമതായിട്ട് നോക്കുന്നത് നിലവിൽ UK-യിലുള്ള ആൾക്കാർക്ക് എങ്ങനെ ഒരു ഫുട്ബോൾ ടീമിൽ കയറാം എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത്. ഫൈനലി നമ്മൾ നോക്കുന്നത് നാട്ടിൽ നിൽക്കുന്ന ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പ്ലേയേഴ്സിന് ഇവിടെ ഒരു ഫുട്ബോൾ ടീമിൽ കയറണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ആ അവസരങ്ങൾ, ഏതൊക്കെ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുട്ബോൾ ടീമിൽ കയറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ് നിങ്ങൾക്ക് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് നമ്മൾ നോക്കുകയാണ്, അതായത് യൂറോപ്യൻ പ്ലേയേഴ്സും ഇന്ത്യൻ പ്ലേയേഴ്സും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുള്ള 4 പോയിന്റ്സ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസിൻ്റെ കാര്യമാണ്. നമുക്കറിയാം യൂറോപ്യൻ പ്ലേയേഴ്സ് അവരുടെ ഫിറ്റ്നസ് വളരെ ഹൈ ആയിട്ട് വയ്ക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ISL I ലീഗ് പോലുള്ള എലൈറ്റ് പ്ലേയേഴ്സിൻ്റെ ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ലെവലിൽ കളിക്കുന്ന പ്ലേയേഴ്സിനുമായിട്ട് ഈക്വൽ ആയിട്ടുള്ളൂ. പ്രീമിയർ ലീഗ്, ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് 1, ലീഗ് 2, അത് കഴിഞ്ഞിട്ടാണ് നാഷണൽ ലീഗ് വരുന്നത്. അപ്പോൾ ഈ നാഷണൽ ലീഗ് ലെവലിൻ്റെ ഒരു ഫിറ്റ്നസ് ആണ് നമ്മളുടെ I ലീഗ് ISL പ്ലേയേഴ്സിനുള്ളത്. മേളിലോട്ട് കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസ് ഇതിലും മേളിലായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഇന്ത്യൻസിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെയാണ്. കാര്യം മിക്ക പഠനങ്ങളും കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻസിനേക്കാൾ 30% ലങ് കപ്പാസിറ്റി ഇന്ത്യൻസിന് കുറവാണെന്നാണ്. അപ്പോൾ ഈ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മുടെ ലങ് കപ്പാസിറ്റി. ഇത് നമ്മുടെ സ്റ്റാമിനയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന കാരണമാണ്. അത് യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം 30% നമുക്ക് കുറവാണ്. ആ ഒരു എഡ്ജ് എപ്പോഴും യൂറോപ്യൻസിനുണ്ട്. നമ്മളുടെ ഫിറ്റ്നസ് ലെവൽ അവരുടെ ഒരു ലെവലിലേക്ക് എത്തത്തില്ല. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ ഗ്രാസ് റൂട്ട് ഫുട്ബോൾ കൾച്ചറാണ്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പേരൻസ് ഒക്കെ ഒരുപാട് ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ടർഫുകളിൽ ഫുട്ബോൾ അക്കാഡമികൾ തുടങ്ങിയിട്ടുണ്ട്. പേരൻസ് അവരുടെ കുട്ടികളെ ഈ ടർഫിലൊക്കെ കൊണ്ടുപോയി കളിപ്പിച്ച് തിരിച്ച് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഞാൻ കളിക്കുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് മുമ്പത്തെ ഒരു തലമുറയൊക്കെ കളിക്കുമ്പോഴും ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുന്നത് അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നത് എൻ്റെ ഒരു പാഷന് വേണ്ടിയിട്ടാണ്. വീട്ടുകാരെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അവർ ഇപ്പോഴത്തെ ആ ഒരു പേരൻസിൻ്റെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു ഫെസിലിറ്റി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ ഫുട്ബോൾ കൾച്ചറിലുണ്ടായിരുന്നു. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഞ്ഞുനാളിൽ ഒരു 6 വയസ്സ് 7 വയസ്സാകുമ്പോൾ തന്നെ അവർക്ക് പ്രോപ്പർ ഫുട്ബോൾ കോച്ചിങ് കിട്ടുകയും അത് കാരണം വളരെ കുഞ്ഞുനാളിൽ തന്നെ അവരുടെ ആ ഒരു ഫുട്ബോൾ ടാലൻറ്റ് ഡെവലപ്പ് ആവാൻ അത് സഹായിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഈ അടുത്തിടയ്ക്ക് ആ ഒരു കൾച്ചറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ആ ഒരു ഫുട്ബോൾ IQ വളരെ കൂടുതലായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു ഗ്രാസ് റൂട്ട് ഫുട്ബോൾ കൾച്ചറിനെ പറ്റി എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ നമുക്കാണ് കുറച്ചുകൂടെ എഡ്ജ് ഉള്ളത്. നമ്മൾ മലയാളികൾ ഏത് സാഹചര്യത്തിൽ കൊണ്ടിട്ടാലും നമ്മൾ സർവൈവ് ചെയ്ത് വരും. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രഷർ കുഞ്ഞുനാൾ മുതൽ അവർ പ്രഷർ ഒട്ടും തലയിലെടുത്ത് വെക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരൊരു പ്രഷർ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളുടെ ടീം ഇപ്പോൾ ഒരു 3 ഗോൾ അല്ലെങ്കിൽ 4 ഗോളിന് താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ പ്ലേയേഴ്സ് ടോട്ടലി ഡൗൺ ആയി പോകും. പിന്നെ അവർക്ക് അവരുടെ കളി ഒന്നും നടക്കത്തില്ല. അതേസമയം നമ്മൾ പിന്നെയും 3 ഗോൾ മേടിച്ചാലും 4 ഗോൾ മേടിച്ചാലും നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പം ആ ഒരു പ്രഷർ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൽ നമുക്ക് കുറച്ചുകൂടെ എഡ്ജ് ഉണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമായാലും ഫുട്ബോൾ ടീമായാലും
ഒരു ക്രൂഷ്യൽ മാച്ച് വരുമ്പോഴത്തേക്കും അവർ ഭയങ്കരമായിട്ട് തള്ളിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രഷർ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പം ഇതാണ് മൂന്നാമത്തെ ഒരു കാര്യം. ഈ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ എഡ്ജ് ഉള്ളതാണ്. ഇനി നാലാമതായിട്ട് വരുന്നത് ഫുട്ബോൾ സ്കിൽസിൻ്റെ കാര്യമാണ്. ഫുട്ബോൾ സ്കിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക് ആയിട്ടുള്ള ഫുട്ബോൾ സ്കിൽസ്, അതായത് പാസിങ്, പിന്നെ അതുപോലെ തന്നെ പൊസിഷനിങ്, പിന്നെ ബോൾ കൺട്രോൾ, ഇങ്ങനത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ യൂറോപ്യൻസായിട്ട് വരുമ്പം എനിക്ക് പേഴ്സണലി തോന്നിയത് നമ്മൾ അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഫുട്ബോൾ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും നമ്മളും യൂറോപ്യൻസും ഓൾമോസ്റ്റ് സെയിം ലെവലിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പം ഈ 4 കാര്യങ്ങളാണ് എനിക്ക് യൂറോപ്യൻസും ഇന്ത്യൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇത്രയും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്ലേസിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നതാണ്. അതിന് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഗോൾ കീപ്പറാണ്. അപ്പോൾ ഫിറ്റ്നസ് ലെവലിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചൊക്കെ കൺസെഷൻ ഉണ്ട്, പ്രത്യേകം വർക്കൗട്ടുകൾ ചെയ്യാറുണ്ട്. ഞാനൊരു ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ വന്നതും. ആ ഒരു സമയത്തെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഞാനിവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് 5 ടീമിൻ്റെ ട്രയൽസിന് പോയി. എന്നെ കണ്ടുടനെ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിറ്റ്നസ് വെച്ചിട്ട് നമുക്ക് ഈ ലെവലിൽ കളിക്കാൻ പറ്റില്ല, നിങ്ങളെ ഫിറ്റ്നസ് കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ റിജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഫിറ്റ്നസ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്ത് പിന്നീടാണ് ഞാൻ ആ ഒരു തടിയൊക്കെ കുറച്ച് വന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഉള്ളത്, ഞാൻ കളിക്കുന്നത് ഒരു സ്വീപ്പർ കീപ്പർ പൊസിഷനാണ്. അപ്പം കൂടുതൽ സമയവും ഞാൻ ഒരു ഔട്ട് ഓഫ് ബോക്സ് ടൈപ്പ് കളിയാണ് എൻ്റെ കളിക്കുന്നത്. അപ്പം ഇവിടുത്തെ ആൾക്കാരുടെ കളിക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ടെക്സ്റ്റ് ബുക്ക് ഗെയിമാണ്. ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലൈൻ ആൻഡ് ലെങ്തിൽ വരുന്ന ഒരു ബോൾ എങ്ങനെ കളിക്കണമെന്ന് അവർ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യമേ അവർ ചെയ്യൂ. ഔട്ട് ഓഫ് ബോക്സ് അവർ ഒന്നും ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് അവരുടെ ഫുട്ബോളിൻ്റെ കാര്യത്തിലും. അവർ പഠിച്ചു വെച്ചേക്കുന്ന ഒരു ടാക്ടിക്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർ പഠിച്ചു വെച്ചേക്കുന്ന ഒരു പൊസിഷനിങ് രീതിയുണ്ട്. ഇതിനപ്പുറത്തോട്ട് അവരൊരിക്കലും കളിക്കത്തില്ല. അതാണ് ടെക്സ്റ്റ് ബുക്ക് ഗെയിം എന്ന് പറയുന്നത്. ഗോൾ കീപ്പേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ അത് തന്നെയാണ്. അവർ പെനാൽറ്റി ബോക്സിനകത്ത് നിൽക്കും. ആ ബോക്സിനകത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ പ്രോപ്പറായിട്ട് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്വീപ്പർ കീപ്പർ വന്നപ്പോഴത്തേക്കും എൻ്റെ ടീമിന് ടാക്റ്റിക്കലി ഒരുപാട് അഡ്വാൻറ്റേജ് നൽകുന്നതാണ്. അതുകൊണ്ട് മാനേജേഴ്സ് കൂടുതലും ആ ഒരു ഗെയിം സ്റ്റൈൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാനിവിടെ തൽക്കാലം പിടിച്ചു നിൽക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് നിലവിൽ UK-യിലുള്ള പ്ലേയേഴ്സിന് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഫുട്ബോൾ ടീമിൽ കയറാൻ പറ്റുന്നതെന്നാണ്. ഇവിടെ ഒരുപാട് മലയാളി ടൂർണമെൻറ്റുകളുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു മാസമാണ് ഇവിടുത്തെ ഒരു പ്രധാന ടീമായ ടിഫിൻ ബോക്സ് FC എന്ന് പറയുന്ന ഒരു മലയാളി ടീമിന് ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ പോയി. ഈ ടൂർണമെൻറ്റ് എൻ്റെ ഇവിടുത്തെ UK-യിലെ എൻ്റെ ആദ്യത്തെ മലയാളി ടൂർണമെൻറ്റാണ് ഗോൾ കീപ്പർ എന്നുള്ള നിലയിൽ. ഞാൻ അതിന് പോയപ്പോഴാണ് ഇവിടുത്തെ ഒരുപാട് മലയാളി പ്ലേയേഴ്സ്, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം ഈ ഒരു ഇംഗ്ലീഷ് ഫുട്ബോൾ ടീമുകളിൽ കളിക്കാനുള്ള ആ ഒരു ടാലൻ്റ് ഉള്ള ആൾക്കാരാണെന്ന് എനിക്കന്ന് മനസ്സിലായി. അപ്പം അങ്ങനെയുള്ള പ്ലേയേഴ്സിന് എങ്ങനെ ഇവിടുത്തെ ഒരു ടീമിൽ കയറി പറ്റാം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാനിവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുള്ളൊരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരു ഗ്രൂപ്പ് കളിക്കും. അപ്പോൾ അവരുടെ കൂടെ ചെന്ന് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ഒരു പിക്ചർ വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ ഗ്രൗണ്ടുകളെല്ലാം ഗൂഗിളിൽ തപ്പി പിടിച്ചിട്ട് വൈകുന്നേരവും രാവിലെ എല്ലാം ഈ ഗ്രൗണ്ടുകളിൽ പോയി നോക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ കണക്കല്ല, ഇവിടെ ആരും വൈകുന്നേരവും രാവിലെ ഒന്നും അങ്ങനെ എല്ലാ ഗ്രൗണ്ടുകളിൽ കളിക്കുന്നൊരു പതിവില്ല. യാദൃശ്യമായിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പം ഒരു ക്ലബ് ഹൗസിൽ അവരുടെ ടീമിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കണ്ടു. ഞാൻ അവരെ അങ്ങനെ ഇൻസ്റ്റഗ്രാമിലാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ ഇന്ത്യയിൽ നിന്നൊരു പ്ലെയറാണ്, എനിക്ക് നിങ്ങളുമായിട്ട് ട്രെയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, നിലവിൽ നമ്മളുടെ സീസൺ ഓൾമോസ്റ്റ് തീരാറായി, എന്നാലും നിങ്ങൾ നമ്മുടെ ട്രയൽസിന് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ ട്രയൽസിന് പോയി. എനിക്ക് അവിടുത്തെ ടീമിൽ കളിക്കാൻ പറ്റി. അവർ പറഞ്ഞതുപോലെ എനിക്ക് ആ സീസണിൻ്റെ അവസാനമായതുകൊണ്ട് ഒരു 6 മത്സരങ്ങൾ മാത്രമേ എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 6 മത്സരം കളിച്ചപ്പോൾ തന്നെ എനിക്ക് ഇവിടുത്തെ ഒരു ഫുട്ബോൾ കൾച്ചർ എന്താണെന്നുള്ളത് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. ഇവിടുത്തെ ഫുട്ബോൾ ടീമുകൾ കൂടുതലും ആക്റ്റീവ് ആയിരിക്കുന്നത് ട്വിറ്ററിലാണ് കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് ടീമുകളെ ട്വിറ്ററിൽ കോൺടാക്ട് ചെയ്തു. വെസ്റ്റ് ബ്രിഡ്ജ്ഫോർഡ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ പ്രീ സീസൺ ട്രയൽസിന് വരിക, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ ട്രയൽസ് ക്രാക്ക് ചെയ്തു. ആ ഒരു സീസൺ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കളിച്ചു. എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങൾ ആ വർഷം ലീഗ് സീനിയർ ഡിവിഷനിൽ ലീഗ് വിൻ ചെയ്തു. പിന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ലെവലിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് ക്ലബ്ബുകളുടെ ബന്ധപ്പെട്ട ആൾക്കാർ, അത് സ്കൗട്ട് പോലത്തെ ആൾക്കാർ നമ്മളെ വാച്ച് ചെയ്യുകയും നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും. ആ ഒരു വർഷം ലീഗ് വിൻ ചെയ്തപ്പോഴത്തേക്കും ഞാനിപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡൺക്രിക്ക് ടീമിൻ്റെ ഒരാളെന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അടുത്ത സീസൺ ഞങ്ങളുമായിട്ട് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രീ സീസൺ ട്രയൽസ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഞാൻ അവരുടെ പ്രീ സീസൺ ട്രയൽസ് അറ്റൻഡ് ചെയ്യുകയും അതിനുശേഷമാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തതും. അപ്പം അന്ന് തുടങ്ങിയ കരിയറാണ് ഇപ്പോഴും ഞാൻ ഡൺക്രിക്കുമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ ഒരു ഫുട്ബോൾ ടീമിൽ കയറിയത്. നിലവിൽ ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഫുട്ബോൾ ക്ലബ്ബുകൾ ഫേസ്ബുക്കിനെയും ഇൻസ്റ്റഗ്രാമിനേക്കാളും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് ട്വിറ്ററിലാണ്. എല്ലാ ടീമുകൾക്കും അവരുടെ ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇതല്ലാണ്ട് പിക്ചറോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഒരുവിധം എല്ലാ ടീമുകളുടെയും കോൺടാക്ട് ഡീറ്റെയിൽസും ഇമെയിലും ഒക്കെ ഉണ്ടായിരിക്കും. ആ ടീമുകളുടെ കോൺടാക്ട് ഇമെയിൽ തപ്പിയെടുക്കുക, എന്നിട്ട് അവർക്ക് മെയിൽ അയക്കുക. മെയിൽ അയക്കേണ്ട ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്മൾ അയക്കേണ്ടത്. അപ്പം ഒന്ന്, നിങ്ങൾക്ക് ട്വിറ്റർ ഉണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പിക്ചറും ഉണ്ട്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിറ്ററിൽ ഫ്രീ ഏജൻറ്റ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ നമ്മളുടെ ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ അവരുടെ
പേജിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഇടും. ഇവിടുത്തെ ഫുട്ബോൾ സ്കൗട്ട്സ് ആയാലും ഫുട്ബോൾ മാനേജേഴ്സ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അവരുടെ ടീമിലേക്ക് ഏതെങ്കിലും പൊസിഷനിൽ പ്ലേയേഴ്സിനെ വേണമെങ്കിൽ ആ ലൊക്കേഷൻ വെച്ചിട്ട് അവർ ഉറപ്പായിട്ടും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ 3 വഴിയിൽ ഇവിടുത്തെ ഫുട്ബോൾ ടീമുകൾ റീച്ചബിൾ ആണ്. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് ഞാൻ പോയ ആ വഴിയെ ഫോളോ ചെയ്യാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് ഒന്നുകിൽ ട്വിറ്റർ, അല്ലെങ്കിൽ ഫ്രീ ഏജൻസ് എന്ന് പറയുന്ന അക്കൗണ്ട്, അതും അല്ലെങ്കിൽ പിക്ചറോ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി അവരുടെ കോൺടാക്ട് ഇമെയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഈ വഴിയിൽ നിലവിൽ UK-യിലുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ഫുട്ബോൾ ക്ലബ്ബുകളിൽ കളിക്കാൻ അവസരം കിട്ടുന്നതാണ്. നിങ്ങൾ ചാടിക്കയറിയ ഒരു പ്രൊഫഷണൽ ടീം അല്ലെങ്കിൽ ഒരു സെമി പ്രൊഫഷണൽ ടീമിലേക്ക് പോകാതെ ഒന്നെങ്കിൽ ഒരു സൺഡേ ലീഗ് അല്ലെങ്കിൽ കുറച്ച് ഡിവിഷൻ താഴെ നിൽക്കുന്ന ടീമുകളിൽ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നേരെ നിങ്ങൾ പ്രൊഫഷണൽ ടീം അല്ലെങ്കിൽ ഒരു സെമി പ്രൊഫഷണൽ ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഒരു ഫുട്ബോൾ കൾച്ചർ എന്താണെന്നും അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്യാപ്പൊക്കെ വന്നേക്കാം. അത് മാത്രമല്ല നിങ്ങൾക്ക് എന്തുമാത്രം ഫിറ്റ്നസ് ഉണ്ടെന്നും ഒക്കെ ഉള്ളത് നിങ്ങളൊരു സൺഡേ ടീമിൽ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ താഴെയുള്ള ടീമുകളിൽ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നതും അതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്ക് വിസയിൽ വന്നവർ ഒരു കാരണവശാലും നിങ്ങൾ ഒരു പ്രൊഫഷണൽ ടീമിൻ്റെയോ സെമി പ്രൊഫഷണൽ ടീമിൻ്റെയോ സാലറീഡ് പ്രൊഫഷണൽ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പാടില്ല. അത് ഇവിടുത്തെ വിസ നിയമങ്ങൾ വെച്ചിട്ട് ഇല്ലീഗലാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും പൈസ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ഫുട്ബോൾ കളിക്കരുത്. അപ്പം ഇത്രയാണ് നിലവിൽ UK-യിലുള്ള ആൾക്കാർക്ക് എനിക്ക് തരാനുള്ള ടിപ്സ്. ഇനി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ഫുട്ബോൾ ടീമിൽ എങ്ങനെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നാട്ടിലുള്ള പ്ലേയേഴ്സിന് ഇവിടെ വരാനായിട്ടും ഇവിടുത്തെ ടീമുകളിൽ കളിക്കാനായിട്ടും മെയിൻലി 2 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ പല യൂറോപ്യൻ ക്ലബ്ബുകളും നമ്മുടെ നാട്ടിലെ അക്കാഡമികളുമായിട്ട് ചെറിയ ടൈപ്പ് ഒക്കെ ഉണ്ട്. അപ്പം അവിടെ ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ അവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുവന്ന് കുറച്ച് നാളത്തേക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് 1 മാസമോ 2 മാസമോ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. മോസ്റ്റ്ലി നമ്മുടെ കുട്ടികൾ ഇവിടെ വന്ന് എന്തൊക്കെയോ കാണിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പ്രോപ്പറായി പ്രിപ്പയർ ആവുക. എന്നിട്ട് ഇവിടെ വന്ന് കളിക്കുമ്പോൾ നിങ്ങളുടെ ടാലൻറ്റ് എന്താണെന്ന് അവരെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിസ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായിട്ട് നിങ്ങളെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ പേഴ്സണലി എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ ഇതുപോലെ പല വിദേശ രാജ്യങ്ങളിലും പോയി ട്രെയിൻ ചെയ്തിട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ അവർ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ അത് യൂസ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ നമ്മളുടെ സോഷ്യൽ മീഡിയയൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പം നമ്മളുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി പോലുള്ള എലൈറ്റ് ക്ലബ്ബുകൾ പോലും നമുക്ക് റീച്ചബിൾ ആണ്. ഇതുപോലത്തെ എലൈറ്റ് ക്ലബ്ബുകൾക്ക് കളിക്കാനായിട്ടുള്ള ടാലന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കളിയുടെ ഒരു വീഡിയോ നിങ്ങൾ ഉണ്ടാക്കുക. ഇവിടുത്തെ ഫുട്ബോൾ കോച്ചസുമായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്, നിലവിൽ ഇങ്ങനത്തെ ക്ലബ്ബുകൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ടീം തന്നെയുണ്ട്. അതായത് ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ടാലന്റഡ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലേയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതി. അപ്പം നിങ്ങൾ നിലവിൽ ഇതുപോലത്തെ ഫുട്ബോൾ ടീമുകളെ സോഷ്യൽ മീഡിയ വഴി കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യം പ്രോപ്പറായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ റിവ്യൂ ചെയ്യുകയും അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഒരു പ്ലെയർ ആണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ശരിക്കും ഇത് നടക്കുന്നുണ്ടോ എന്ന്. ഞാൻ ഇവിടുത്തെ കോച്ചസുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത്. അപ്പം ഞാൻ ഈ അവസാനം പറഞ്ഞ ഈ ഒരു വഴി അതൊരിക്കലും ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ല, എന്നാൽ അത് നടക്കാത്ത കാര്യമല്ല. നമ്മൾ ആത്മാർത്ഥമായി വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഈ ഒരു ചാനലിൽ കൂടെ ഒരുപാട് പ്ലേയേഴ്സ് ഇവിടെ വന്നതായിട്ടാണ് എൻ്റെ കോച്ചസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയാണ് നിലവിൽ നമ്മളുടെ നാട്ടിൽ നിന്നുള്ള പ്ലേയേഴ്സിന് ഇവിടുത്തെ ഫുട്ബോൾ ടീമിൽ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ UK മലയാളി ഗോൾ കീപ്പറിലേക്ക് DM ചെയ്യാവുന്നതാണ്. അടുത്ത തവണ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഗോൾ കിക്കിനെ പറ്റി. അപ്പോൾ ഒരു ഗോൾ കിക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ അടുത്ത തവണ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.